മാഷാ അല്ലാ, നോമ്പ് തുറക്കാൻ നേരത്തെ അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു വിഭവം കിട്ടിയിട്ടുണ്ട്. നാട്ടിൽ നിന്ന് കൊടുത്തയച്ചോ. ആര് കണ്ടോ? വാപ്പു നിൽക്കണേ, നമ്മളെ ബീരാൻ ചെറുപ്പൂരുള്ള ഞങ്ങളെ നാട്ടുകാരൻ സുഹൃത്ത്. കുറച്ച് ചിപ്സ് ഉണ്ട്, ചോളാപ്പൊരി. മാഷാ അല്ലാ, കുറച്ചനെ ബീഫ്. എന്നോട് പറഞ്ഞാൽ ഒന്നും ചൂടാക്കിയാൽ മതി എന്നുള്ളത്. കുറച്ച് ബാപ്പുവിന്റെ പെണ്ണുങ്ങൾക്ക് ഇനി ദീർഘായുസ് കൊടുക്കണം. അതാ ഞാൻ പ്രതീക്ഷിച്ചില്ല ഈ സാധനം. കണ്ടോ, പത്തിരി ഒന്നും ഇങ്ങോട്ട് ചൂടാക്കി എടുത്താൽ മതി എന്ന് പ്രത്യേകം പറഞ്ഞു. ബാപ്പുവിന്റെ പെണ്ണുങ്ങൾ ബാപ്പുയുടെ അത്താഴത്തിന് എപ്പോഴും കഴിച്ചുകൊണ്ട് നടക്കുന്ന സാധനമാണ് അടുത്ത് പോകുന്നത്. കാരണം ഇത് സ്ഥിരമായിട്ട് കഴിച്ചാൽ കൊളസ്ട്രോളൊക്കെ വരില്ലേ, അത് റാഹത്താണ്. പക്ഷേ എനിക്ക് പറയുന്നത് 2-3 വർഷം മുമ്പ് ഇവരൊക്കെ ഇവിടെ ഗൾഫ് ഒഴിവാക്കി പോയ ആളുകളാണ്. ഇപ്പൊ നാട്ടിൽ മണൽ വണ്ടിയിലും വണ്ടി പരിപാടിയൊക്കെ വിജയിക്കൂലെന്നാണ് പറഞ്ഞത്. അതുപോലെ തന്നെ നമ്മളെ ഫിറോസ് എന്ന് പറഞ്ഞാൽ ഓന് ദുബൈയിൽ പോയിട്ടുണ്ട്. കുറെ ആളുകളൊക്കെ ഗൾഫ് ഒഴിവാക്കി പോയ ആളുകളൊക്കെ ഗൾഫിൽ തന്നെ വരുമ്പോൾ നമുക്ക് തന്നെ ഒരു കോൺഫിഡന്റ് ഇങ്ങനെ ഒരു ജർക്കിംഗ് ആണ്. ഒരു നിലക്കും നടപടി ആവില്ല നാട്ടില്. ആളുകൾക്ക് കിട്ടിയ വിസയ്ക്ക് നാട് വിടുകയെന്നാണ് പറഞ്ഞത്. എവിടേക്ക് ഒമാനാണ്, ഒമാൻ, ഖത്തർ, ബഹ്റൈൻ, സൗദി, ദുബായ്, എവിടേക്കാണോ പേപ്പർ അവിടേക്ക് പോകണം. എന്ത് പേപ്പറാണെങ്കിലും മാസം ശമ്പളം കിട്ടിയാൽ മതി എന്നാണ് പറഞ്ഞത്. അത്രക്ക് കൂരാപ്പിലായി നമ്മളെ നാട് എന്ന് പറയുമ്പോൾ നമുക്ക് ചെയ്തു കൊടുക്കി ഇങ്ങോട്ടാ മാറി വരണ സർക്കാരിൽ മാത്രമേ ജനങ്ങൾക്ക് പ്രതീക്ഷയുള്ളൂ. എങ്കിലും മാത്രമേ നാട് നന്നാവുള്ളൂ മക്കളെ. നിങ്ങൾ മനസ്സിലാക്കിയാലും നന്ദി. മൂന്നാമതും ഭരണം വരുമ്പോൾ ആളുകളൊക്കെ കയറി പൂരാണ് ഉള്ളത്. ഇതിപ്പോൾ ആള് ഹാലിദിയാലുള്ളത്. എനിക്ക് രാവിലെ ലൊക്കേഷൻ മുട്ടുന്ന നമ്പറൊക്കെ തന്നപ്പോൾ ഞാൻ അസർ സമയത്താണ് എത്തിയത്. അപ്പോൾ ഞാൻ ഓൻ്റെ ലൊക്കേഷൻ എടുത്ത പള്ളി കയറിയപ്പോൾ ആളവിടെ മാഷാ അല്ലാ. അതാണ് ഞങ്ങളുടെ നാട്ടിൽ പ്രത്യേകത. സലാ ടൈമിൽ എത്ര വലിയ തിരക്കാണ്, എത്ര വലിയ വിസയാണ് പള്ളിയിലുണ്ടോ. ഞാൻ റൂമിലൊക്കെ പോയി നല്ലൊരു അടിപൊളി കഫീലും എന്നെ കണ്ട് ഇതാരെന്നൊക്കെ ചോദിച്ചു. നോമ്പ് പറഞ്ഞിട്ട് പോകാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു ഇപ്പം ഇല്ല, പിന്നെ വരേണ്ടത് പറഞ്ഞു. പഠിച്ച എല്ലാവരും അമലും സ്വീകരിക്കട്ടെ, എല്ലാവർക്കും നല്ല ദീർഘായുസ് തരട്ടെ. 30 നോമ്പ് ഇതുപോലെ ഉന്മേഷത്തോടെ എടുക്കാൻ പഠിച്ച എല്ലാവർക്കും നല്ല ആരോഗ്യം തരട്ടെ.